ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതു ജയനെ അന്വേഷണ സംഘം മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി. മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ലെന്ന പരിശോധനാ ഫലമാണ് പോലീസിന് ലഭിച്ചത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന ഡോക്ടറുടെ സാക്ഷ്യപത്രം കാട്ടി ഋതു മുൻപ് പോലീസ് കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. അതേസമയം ലഹരിമുക്ത ചികിത്സയ്ക്ക് ഋതു വിധേയനായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കൊലപാതക ദിവസം ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്നും പരിശോധനയിൽ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൃത്യം നടത്തുന്ന ദിവസം യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ബ്ലഡും അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾസും കളക്ട് ചെയ്ത് നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ കൂടാതെ അയാളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അതിലെ സംബന്ധിച്ച് അയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാനസിക രോഗി എന്നുള്ള ഒരു പരിഗണനയിൽ വരത്തക്ക രീതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ ആവശ്യമുള്ളതായിട്ട് ഇപ്പോഴും പരിശോധനയിൽ വ്യക്തമായിട്ടില്ല. അതേസമയം കൊല്ലപ്പെട്ട വേണുവിന്റെ കുടുംബത്തിന് പണി കൊടുക്കുമെന്ന് ഋതു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇവരെ കേസിൽ സാക്ഷികളാക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവരെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി തനിക്ക് ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം 1-2 പേരോട് വെളിപ്പെടുത്തിയിരുന്നു. അതിന് നമുക്ക് അത്തരം സാക്ഷികളെ നമുക്ക് ചോദ്യം ചെയ്യാനും അവരുടെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അന്വേഷണം 60% പൂർത്തിയായി. ആരോഗ്യം മെച്ചപ്പെടുന്നതിനനുസരിച്ച് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതിനിടെ ഋതു ജയനെ കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിഷേധമുണ്ടായേക്കാമെന്ന വിലയിരുത്തലിൽ 5 മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ തിരികെ കൊണ്ടുപോയി. കേസിലെ സാക്ഷികൾ പ്രതിയെ തിരിച്ചറിയുന്ന നടപടിക്രമം കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന വെള്ളിയാഴ്ച ഋതുവിനെ കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.